ഇന്ത്യയിലെ പ്രമുഖ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് പേടിഎം. പേടിഎം നിരവധി ഫിനാൻഷ്യൽ സർവീസുകൾ നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പേടിഎമ്മിൻ്റെ പേഴ്സണൽ ലോൺസ് അഥവാ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺസ്. ഈ ഒരു പേഴ്സണൽ ലോണിൻ്റെ പ്രത്യേകതയാണ് ഒരു രീതിയിലുള്ള ഈടോ ജാമ്യം നമുക്ക് നൽകാതെ 15 ലക്ഷം രൂപ വരെ ഉടനടി നമുക്ക് വായ്പ ലഭ്യമാകുന്നുള്ളത്. ഇന്ന് ഈ വീഡിയോയിൽ 3 കാര്യങ്ങളാണ്. പേടിഎം എന്ന ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് എങ്ങനെ പേഴ്സണൽ ലോൺ എടുക്കാം, അതിൻ്റെ ഫുൾ പ്രോസസ്സ് ലൈവായിട്ട് നിങ്ങളെ കാണിക്കും. അതുപോലെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് തിരിച്ചടയ്ക്കുന്നത്, പലരും ചോദിക്കുന്നൊരു സംശയമാണ്. അതും ഇന്ന് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യും. കൂടാതെ പേടിഎം എന്ന ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് അവസാനം ഞാൻ നിങ്ങൾക്ക് പറയുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ ഇതുപോലുള്ള അനേകം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ച് ഞാൻ മറുപടി നൽകുന്നതാണ്. എൻ്റെ പേര് ക്ലിൻസ് രാജ്മണിയുള്ളിൽ. വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് പേടിഎം എന്ന ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജ്. അപ്പോൾ നിങ്ങൾ ഈ ലോണിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൈ കരുതിയിരിക്കണം. അതാണ് ആധാർ കാർഡ്, നിങ്ങളുടെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൈ കരുതിയിട്ട് വേണം ഈ ലോണിന് അപേക്ഷിക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഇതാണ് പേടിഎം എന്ന ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജ്. നിങ്ങൾക്ക് കാണാം ഇവിടെ നിരവധി സേവനങ്ങളാണ് അവർ നൽകുന്നത്. സ്കാൻ ആൻഡ് പേ, പിന്നെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ്സ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെറ്റ് ലോൺ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾ നല്ലൊരു ഉപഭോക്താവാണെങ്കിലേ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണിക്കത്തുള്ളൂ. എല്ലാവർക്കും ഈ ഓപ്ഷൻ കാണണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഗെറ്റ് ലോൺ എന്നുള്ളൊരു ഓപ്ഷൻ. ഞാൻ ആ ഗെറ്റ് ലോൺ എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹായ് ക്ലൈൻസ്, ഫുൾഫിൽ ഓൾ യുവർ വിഷസ് വിത്ത് ഇൻസ്റ്റന്റ് ലോൺ, ഗെറ്റ് അപ് ടു 15 ലക്ഷം രൂപ. അതായത് 15 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ലോൺ നൽകുന്നത് ഇവർ. അപ്പോൾ എല്ലാവർക്കും ഇത് ലഭിക്കണമെന്നില്ല, അർഹതപ്പെട്ടവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് ലഭിക്കണമെങ്കിൽ ഇവർ പറയുന്നത് കുറഞ്ഞത് 750 സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പേടിഎമ്മിൻ്റെ ഒരു നല്ല ഉപഭോക്താവായിരിക്കണം. പിന്നെ നമുക്ക് നല്ലൊരു ട്രാൻസാക്ഷൻ ഉള്ളതായിരിക്കണം. ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രതിമാസ വരുമാനം ഉണ്ടായിരിക്കും. ഇവരിവിടെ പറയുന്നുണ്ട് 100% പേപ്പർലെസ്, കൊളാട്രൽ ഫീ, അതായത് ഒരു ഈടോ ജാമ്യം നൽകേണ്ട ആവശ്യമില്ല, ഫ്ലെക്സിബിൾ ടെനർ എന്നുള്ളത്. നമുക്ക് താഴെ കാണുന്നിടത്ത് ടിക്ക് ചെയ്യാം, ആ എഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്യാം. എന്നിട്ട് ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ളിടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റർ പാൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID. അതായത് നമ്മുടെ പാൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. നമ്മുടെ പാനിൽ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് അത് തന്നെ നമ്മൾ ഇവിടെ കൊടുക്കാവുള്ളൂ. ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അതിന് ശേഷം ഇതെല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്യുവാണ്. ഇതെനിക്ക് സെക്യൂരിറ്റി റീസൺസ് മൂലം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഡെമോയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ഓക്യുപ്പേഷൻ, നമ്മുടെ ജോലിയുടെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് എന്ന് കൊടുക്കുക, സാലറീഡ് ആണെങ്കിൽ സാലറി എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ സാലറീഡ് ആണെങ്കിൽ സാലറിഡ് എന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ടെങ്കിൽ അതർ സോഴ്സ് ഓഫ് ഇൻകം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ സാലറിഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം കമ്പനി നെയിം, നമ്മുടെ ഇൻകം, പിന്നെ നമ്മുടെ ഹോം അഡ്രസ്, പിൻകോഡ്, നമ്മൾ എന്ത് ആവശ്യത്തിനാണ് പർപ്പസ് ഓഫ് ലോൺ, അതേതാണോ നിങ്ങളുടെ എടുക്കുന്ന ലോണിന് ആവശ്യം ഏതാണോ അത് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഗെറ്റിംഗ് ദ ബെസ്റ്റ് ഓഫർ ഫോർ യു എന്ന് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സിബിൽ സ്കോർ ആണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ പാൻ കാർഡ് കൊടുത്തപ്പോൾ അവർ നമ്മുടെ സിബിൽ സ്കോർ ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ ഒരു 750 ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാവുകയുള്ളൂ. ഓക്കെ, യു ആർ ഓൾറെഡി പ്രീ ക്വാളിഫൈഡ് ഫോർ പേഴ്സണൽ ലോൺ എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം സിബിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോൺ ലഭിക്കുന്നത്. അപ്പം ചിലർക്ക് മാത്രമേ ഈ ലോൺ ഓഫർ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ലോൺ ഓഫർ വന്നിട്ടുണ്ട്. ഇനി ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോൺ എമൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം. നമുക്ക് ഒരു ഓഫർ തന്ന് ആ ലോൺ എമൗണ്ടിൻ്റെ ഉള്ളിലെടുത്തുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളെ തിരിച്ചടവാണ് കാണിക്കുന്നത്. 24 മാസം തിരിച്ചടവ്, പിന്നെ 30 മാസം, അങ്ങനെ 2 രീതിയിലുള്ള തിരിച്ചടവാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്, അതായത് ഇപ്പോൾ 3 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ലോൺ പാസ്സായതെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത് 2,86,000 സംതിങ് രൂപയെ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകത്തുള്ളൂ. കാരണം പ്രോസസ്സിംഗ് ഫീസും GST ഒക്കെ അവർ ഈടാക്കും. ഏത് ലോൺ എടുത്താലും ഇതുപോലെ പ്രോസസ്സിംഗ് ഫീസും GST ഈടാക്കുന്നതാണ്. നമുക്കപ്പോൾ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ വിത്ത് KYC എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം വെരിഫൈങ് KYC എന്നുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഡെമോ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു വെരിഫൈങ് KYC എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം ടേക്കിംഗ് എ സെൽഫി ടു കംപ്ലീറ്റ് യുവർ KYC. ഇനി നമ്മുടെ ഒരു സെൽഫി ഇവർ എടുക്കും നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പം ബാങ്കിൽ പോയി ലോൺ എടുത്താലും നമ്മളൊരു ഫോട്ടോ കൊടുക്കണം. ഇന്നിപ്പം ഡിജിറ്റൽ ആയതുകൊണ്ട് നമ്മളുടെ സെൽഫി അവർ തന്നെ എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ടേക്ക് എ സെൽഫി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്.
നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. സെൻഡ് മണി ടു എ ന്യൂ ബാങ്ക് അക്കൗണ്ട്, അതായത് നമുക്ക് ലോൺ പാസ് ആകുമ്പോൾ അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണല്ലോ, അതിനുവേണ്ടി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും നമ്മുടെ IFSC കോഡും ഇതൊക്കെ നമ്മൾ എൻ്റർ ചെയ്യണം. അതിനുശേഷം പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു പേജ് എന്ന് പറയുന്നത് നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യണം. എഗ്രിമെന്റ് എന്ന് പറയുന്നത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്യുമ്പോഴാണ് എഗ്രിമെന്റ് സൈൻ ആകുന്നത്. അത് ലീഗലി വാലിഡ് ആണ്. നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നതിൻ്റെ തുല്യമാണ് ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് പിന്നീട് നമ്മൾ തിരിച്ചടയ്ക്കാതിരുന്നാൽ ഇവർക്ക് നമുക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഇതിൽ നിന്ന് ലോൺ ലഭിക്കാൻ. ഞാനപ്പോൾ ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നില്ല, കാരണം നിലവിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ലോൺ എടുക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ എടുക്കുവാൻ സാധിക്കും. സാധാരണഗതിയിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഈ ലോൺ ലഭിക്കണമെന്നില്ല. ഇൻ കേസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവർ കസ്റ്റമർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. നിരവധി പേർക്ക് ലോൺ ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കൊന്നും തിരിച്ചടയ്ക്കുന്നത് അറിയത്തില്ല. പിന്നെ ഓട്ടോ ഡെബിറ്റ് കൊടുത്തവർക്ക് അതും ഓട്ടോ ഡെബിറ്റ് ആയിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് EMI ഡേറ്റിൽ എടുത്തോളൂ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന്. ഓക്കെ, അപ്പം മാനുവലി പേ ചെയ്യുന്നവർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് Paytm എന്ന ആപ്ലിക്കേഷൻ ഒന്നും കൂടെ ഓപ്പൺ ചെയ്യണം. ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നിന്ന് നമ്മൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോൺ EMI പേയ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം സെർച്ച് ലെൻഡർ. നിങ്ങൾക്ക് ആരാണോ ലോൺ തന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു ഈ ആപ്ലിക്കേഷൻ മുഖേന മറ്റ് NBFCകളാണ് ലോൺ തരുന്നത്. ചിലർക്ക് ഹീറോ ഫിൻകോർപ്പ് ആയിരിക്കും ഈ ആപ്ലിക്കേഷൻ മുഖേന നൽകുന്നത്. അപ്പം നിങ്ങളുടെ ഏത് NBFCയിൽ നിന്നാണ് നിങ്ങൾ ലോൺ എടുത്തെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം സെർച്ച് ലെൻഡർ എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. സെർച്ച് ലെൻഡർ എന്നുള്ളത് നിങ്ങളുടെ ലെൻഡർ ആരാണ് ലോൺ തന്നത് അവരുടെ പേര് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ചുമ്മാ DMA ഫിനാൻസ് എന്ന് ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ ലോൺ നമ്പർ, നമുക്കൊരു ലോൺ നമ്പർ ഉണ്ട്. അത് ഇമെയിൽ ID വഴി നമുക്കത് കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയായിരിക്കാം, മെസ്സേജ് വഴിയൊക്കെ വന്നിട്ടുണ്ടാകാം. ആ ലോൺ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുന്ന ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഈ Paytm ഉപയോഗിച്ച് തന്നെ UPI മെത്തേഡ്സ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് ചിലർക്ക് എല്ലാം ഞാൻ പറഞ്ഞ പോലെ എല്ലാം എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്തതിന് ശേഷം അവസാനം അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകാതൊക്കെ വരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ കസ്റ്റമർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല സോൾവ് ചെയ്യാൻ. അപ്പം അതുപോലെ തിരിച്ചടവ് നടത്തിയിട്ട് റീപേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചിലർക്ക് മാത്രം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ലോണിന് അപേക്ഷിക്കാൻ. പിന്നെ കുറച്ച് പലിശയും കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഈ ലോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ, അല്ലെങ്കിൽ എൻ്റെ Instagram പേജ് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. അതുപോലെ ഈ ലോൺ എടുത്തവർ അവരുടെ അനുഭവം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്പെടുന്നതാണ്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.